തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ച് നിലമ്പൂർ മുൻ MLA PV അൻവർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്കാണ് PV അൻവർ കത്തയച്ചിരിക്കുന്നത്. 10 പേജുള്ള കത്തിൽ UDFുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. UDFിലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത് എന്നും തൃണമൂലിൽ ചേർന്ന രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നുമെല്ലാം അൻവർ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2 ദിവസം മുൻപാണ് കത്ത് UDFിന് ലഭിച്ചത്. തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കിയാൽ ഉണ്ടാകുന്ന ഗുണവും കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അൻവറിന്റെ കത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ അൻവറിന്റെ കത്ത് ചർച്ചയ്ക്കെടുത്തേക്കും. അതേസമയം അൻവറിനെ പെട്ടെന്ന് മുന്നണിയിൽ എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. 2016ലും 2021ലും നിലമ്പൂരിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ജയിച്ചയാളാണ് അൻവർ. എന്നാൽ അടുത്തിടെ സംസ്ഥാന സർക്കാരിനോടും പാർട്ടിയോടും കലഹിച്ച അൻവർ DMK എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. സ്വതന്ത്ര MLA ആയതിനാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത വരും എന്നതിനാലാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തൃണമൂൽ കേരള ഘടകത്തിന്റെ കോഓർഡിനേറ്ററാണ് അൻവർ. തിരഞ്ഞെടുപ്പുണ്ടായ താൻ മത്സരിക്കില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല UDFിന് നിരുപാധിക പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മലപ്പുറം കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇതിന് പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ്. ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുകയെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണോ എന്നത് ഇപ്പോൾ അജണ്ടയിലില്ലെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. അതേസമയം ജോയ് മത്സരിക്കണമെന്നത് അപേക്ഷ മാത്രമാണെന്നാണ് PV അൻവറിന്റെ വാദം. മാത്രമല്ല താൻ നിലമ്പൂർ വിട്ടിട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതകാലം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിലമ്പൂർ വിട്ടെന്ന് ആരും സ്വപ്നവും കാണണ്ട. നിലമ്പൂരും ഏറനാടും വണ്ടൂരും ഒന്നും വിട്ട് എനിക്കെവിടെയും പോകാൻ സാധിക്കില്ല. അതെന്റെ നാടാണ്. 2011ൽ ഞാൻ മത്സരിക്കുമ്പോൾ 46,000 വോട്ട് കിട്ടി. 2014ലും 2021ലും എന്നെ ജയിപ്പിച്ചത് ഇതേ ജനമാണ്. ആ നാടും ഈ ജനവും ഇല്ലെങ്കിൽ PV അൻവറില്ല. നിലമ്പൂരിലെ ജനങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് എന്ന് PV അൻവർ എടുത്തു പറഞ്ഞിരുന്നു. അതിനിടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കണമോ എന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നാണ് അൻവർ പ്രതികരിച്ചത്. ഷൗക്കത്തിനെ അളവറ്റ് അൻവർ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വെറും സിനിമാ സാംസ്കാരിക പ്രവർത്തകനല്ലേ എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അൻവർ പ്രതികരിച്ചത്.